കിഡ്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. 2024 സ്വദേശ് മെഗാ ക്വിസിൻ്റെ ജില്ലാതല ചോദ്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഒക്ടോബർ 2-ാം തീയതിയാണ് സ്വദേശ് മെഗാ ക്വിസിൻ്റെ ജില്ലാതലം നടക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. രഘുപതി രാഘവ രാജാറാം എന്ന പ്രശസ്തമായ ഗാനം രചിച്ചത് ആരാണ്? തുളസീദാസ്. ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ലാൽ ബഹദൂർ ശാസ്ത്രി. സമാധാനത്തിലുള്ള നോബൽ സമ്മാനത്തിന് ഗാന്ധിജി എത്ര തവണ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു? 5 തവണ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയിൽ ആദ്യമായി കടൽ മാർഗമെത്തിയ വിദേശ ശക്തികൾ? പോർച്ചുഗീസുകാർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന അമൃത്സർ ഏത് സംസ്ഥാനത്താണ്? പഞ്ചാബ്. പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്നത് ആരാണ്? ലാല ലജ്പത് റായ്. ഇന്ത്യ വിഭജനത്തെ അവസാന നിമിഷം വരെ എതിർത്ത നേതാവ് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച സ്വാതന്ത്ര്യ സമര സേനാനി? ദാദാബായ് നവറോജി. കേരള ചരിത്രത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം? 1697 അഞ്ചുതെങ്ങ് കലാപം. കേരള ചരിത്രത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം? 1721 ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം ഏതാണ്? 1812 കുറിച്യ കലാപം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏത് നിയമപ്രകാരമാണ് ബർമയെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തിയത്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഇന്ത്യയിൽ നേരിട്ടുള്ള ബ്രിട്ടീഷ് ഭരണത്തിന് തുടക്കം കുറിച്ച ചരിത്ര സംഭവമേത്? 1857 ഇന്ത്യൻ കലാപം. ഇന്ത്യയുടെ വിഭജനത്തിനും പാകിസ്ഥാൻ രൂപീകരണത്തിനും കാരണമായ കരാറിന്റെ പേരെന്താണ്? മൗണ്ട് ബാറ്റൻ പ്ലാൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഹിന്ദ് സേന സംഘടനയുടെ നേതാവ് ആരായിരുന്നു? ചന്ദ്രശേഖർ ആസാദ്. ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ഉയർത്തിയ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഭഗത് സിംഗ്. കഗോരി ഗൂഢാലോചനയുമായി ബന്ധമുള്ള സ്വാതന്ത്ര്യ സമര സേനാനി? രാം പ്രസാദ് ബിസ്മിൽ. ലോകിത്വാദി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ആക്ടിവിസ്റ്റ് ആരാണ്? ഗോപാൽ ഹരി ദേശ്മുഖ്. ഗാന്ധിജിയുടെ ഏറ്റവും മൂത്ത സഹോദരൻ ആര്? ലക്ഷ്മിദാസ്. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനത്തെ തുടർന്ന് നെഹ്റു ത്രിവർണ പതാക ഉയർത്തിയത് എന്ന്? 1929 ഡിസംബർ 31. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് കാരണമായി തീർന്ന വട്ടമേശ സമ്മേളനം? 3-ാം വട്ടമേശ സമ്മേളനം. ചൗരി ചൗര ഗ്രാമം ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്. ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയാൻ എന്ന വ്യാജേന പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ബ്രിട്ടീഷ് പാർലമെന്റ് 1919 പാസാക്കിയ നിയമം? റൗലറ്റ് നിയമം. ഇന്ത്യയിലെ രാഷ്ട്രീയ തീവ്രദേശീയവാദത്തെ വിലയിരുത്താൻ 1917 നിലവിൽ വന്ന റൗലറ്റ് കമ്മിറ്റിയുടെ തലവൻ? ജസ്റ്റിസ്
സിഡ്നി റൗലറ്റ്. റൗലറ്റ് നിയമത്തെ കരിനിയമം എന്ന് വിശേഷിപ്പിച്ച നേതാവ് ആരാണ്? മഹാത്മാഗാന്ധി. റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധിക്കാൻ ഗാന്ധിജി 1919 ആരംഭിച്ച സംഘടനയുടെ പേര് സത്യാഗ്രഹ സഭ. റൗലറ്റ് നിയമത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്ത ഒരേയൊരു ഇന്ത്യക്കാരൻ ആരായിരുന്നു? ചേറ്റൂർ ശങ്കരൻ നായർ. റൗലറ്റ് നിയമത്തിനെതിരെ സത്യാഗ്രഹ പ്രതിജ്ഞ തയ്യാറാക്കിയത് ആരാണ്? മഹാത്മാഗാന്ധി. ഏത് നിയമമാണ് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായത്? റൗലറ്റ് നിയമം. പഞ്ചാബിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ജനറൽ റെജിനാൾഡ് ഡയർ. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ പഞ്ചാബ് ഗവർണർ ആരായിരുന്നു? മൈക്കിൾ ഓഡയർ. ക്രൗളിംഗ് ഓർഡർ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏത് സംഭവവുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചതാണ്? ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻവാലാബാഗിൽ രക്തസാക്ഷികളായവരുടെ ഓർമ്മയ്ക്കായി നിർമ്മിക്കപ്പെട്ട സ്മാരകം 1961 ഉദ്ഘാടനം ചെയ്ത രാഷ്ട്രപതി? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ജാലിയൻവാലാബാഗ് സംഭവത്തെ അങ്ങേയറ്റം ലജ്ജാവഹമെന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂൺ. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻവാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ ഇളക്കി എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? മഹാത്മാഗാന്ധി. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ചരിത്രത്തിലെ കറുത്ത ദിനമെന്ന് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയെ വിശേഷിപ്പിച്ചതാര്? വാലന്റൈൻ ഷിറോൾ. പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? മലബാർ കലാപം. 1836 മുതൽ മലബാറിൽ പൊട്ടിപ്പുറപ്പെട്ട ചെറുതും വലുതുമായ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷൻ ലോഗൻ കമ്മീഷൻ. 1921 മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെതിരെ ശക്തമായി പോരാടിയ വനിത? കമ്മത്ത് ചിന്നമ്മ. വാഗൺ ട്രാജഡിയെ ദി ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരൻ? സുമിത് സർക്കാർ. മലബാർ കലാപം എന്ന കൃതി രചിച്ചതാരാണ്? കെ മാധവൻ നായർ. ഉപ്പ് സത്യാഗ്രഹത്തിന് ശേഷം പയ്യന്നൂർ അറിയപ്പെടുന്ന മറ്റൊരു പേര്? രണ്ടാം ബർദോളി. പുതിയ വീഡിയോകൾക്കായി കിഡ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.